പ്രാവശ്യവും വിളിച്ചത് പ്രത്യേകമായ ഉദ്ദേശങ്ങൾക്കാണ്. 12ന്റെ ഒന്നി വിളിച്ചത് നിനക്ക് ഒരു വേർപാട് വേണം. നീ മെസപ്പൊട്ടോമിലെ ഊറിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഹാരാന് വന്നിങ്ങനെ പാർക്കല്ലേ, പക്ഷെ നീ ഇവിടുന്ന് പുറപ്പെടണം. ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം, ദേശം വിടണം, ഞാൻ കാണിപ്പെടുന്ന ദേശത്ത് പുറപ്പെടണം, ഒരു വേർപാട് നിനക്ക് വേണം. അതിനാ 12 വിളിച്ച്. 15 വിളിച്ചത് പുള്ളി ഇപ്പൊ പേടിച്ച് വിറച്ചിരിക്കുക. കാരണം 14 ഒരു ഭയങ്കര യുദ്ധം ഉണ്ടായി. തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയ രാജാക്കന്മാരെ 318 അഭ്യാസിയും കൊണ്ടുപോയി തോപ്പിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നേരത്തെ ആവേശത്തിലെടുത്ത് ചാടി യുദ്ധമൊക്കെ ചെയ്ത് പിടിച്ചോണ്ട് വന്നെങ്കിലും പുള്ളിക്കൊരു പേടി, ഇവന്മാർ വീണ്ടും ശക്തി പ്രാപിച്ച് പ്രബലപ്പെട്ട് എൻ്റെ നേരെ വന്നെങ്കിലോ എന്ന ഭയത്തിലിരിക്കുമ്പോൾ തമ്പുരാൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാനാ നിന്റെ പരിചയ. ഹലോ, 15 വിളിച്ചത് ഉറപ്പിക്കാനാ, ഞാൻ നിന്റെ പരിചയമാണ്, അതിമഹത്തായ നിന്റെ പ്രതിഫലമാണ്. 5 രാജാക്കന്മാരല്ല, 5, 4, 9 കൂടെ വന്നാലും നിന്നെ സംരക്ഷിക്കാൻ വിളിച്ചിറക്കിയ ഞാനാണ് നിന്റെ പരിചയ. പ്രൈസ് ദി ലോർഡ്. 17 വന്നു. 17 വന്നപ്പോഴത്തേന് തമ്പുരാൻ വിളിച്ചപ്പോൾ പുള്ളിക്ക് 99 വയസ്സായി. സ്തോത്രം. അപ്പൊ ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ട് 17 വരുമ്പോഴത്തേന് 12നും 17നും അകത്ത് 24 വർഷം കടന്നുപോയി. 24 വർഷം കടന്നു പോയിട്ട് തമ്പുരാൻ വിളിച്ചു പറയാണ്, നീ ഇനി എൻ്റെ മുമ്പിൽ, വാക്ക് നിങ്ങൾ പറഞ്ഞേ, നിഷ്കളങ്കനായി. അപ്പൊ 24 വർഷം നടന്നേ എങ്ങനാ? 24 വർഷം 21 പങ്കെടുത്തു. ഇത് 34 വർഷമായി അല്ലേ? 34 അപ്പൊ അവിടെ അന്ന് 24 വർഷം 21 പങ്കെടുത്തു. സ്തോത്രം. എല്ലാ പാട്ടും കൈയടിച്ചു പാടി, എല്ലാ ഉപവാസനും പൈസ ഇട്ടു. പ്രൈസ് ദി ലോർഡ്. എല്ലാ യാഗവും നടത്തി. പക്ഷെ ദൈവസന്നിധിയിൽ ഇപ്പോഴും ആരല്ല? പറയെല്ലാരും കൂടെ, നിഷ്കളങ്കനല്ല. പക്ഷെ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ സാക്ഷി കേട്ടോ. 24 വർഷം കഴിഞ്ഞ് എൻ്റെ ഭക്തനായ ദാസനായ ഇയ്യോബ് നിഷ്കളങ്കനാന്നല്ല പറഞ്ഞേ. 34ാമത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ പകൽ പുള്ളി നിഷ്കളങ്കനായെന്നല്ല പറഞ്ഞേ. ഹലോ, എടാ പിശാച, നീ നോക്കിയ ആളാരാന്ന് നിനക്ക് മനസ്സിലായോ? ഞങ്ങൾ നമ്മളുടെ ബന്ധം നിനക്ക് പിടികിട്ടിയോ? അവന്റെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവൻ എൻ്റെ ഭക്തനാണ്, അവൻ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്. ഇന്ന് പകൽക്കാലം വാദിക്കുന്ന പോരിനോട് സ്വർഗത്തിന് പറയാൻ നിന്റെ മേലൊരു സാക്ഷ്യം ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. ഏറ്റെടുക്കുന്നവരാരും അവനമായിരിക്കരുത്. സ്വർഗം പറയാണ്, എൻ്റെ ദാസൻ നിഷ്കളങ്കന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ 17 എന്തിനാ നിഷ്കളങ്കനാകാൻ പറഞ്ഞെന്നറിയാമോ? ഈ കർത്താവിന് ഒത്തിരി ദിവസം കൊണ്ട് ഒരു ആഗ്രഹമുണ്ട്, കുടുംബമായി ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഈ വേർപാട് പാലിച്ച് ഇറങ്ങിത്തിരിച്ച് അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു വിസിറ്റിന് പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ വരണേ. സ്തോത്രം. പക്ഷെ ഈ പുള്ളി ഒന്ന് നിഷ്കളങ്കനായിട്ട് വേണ്ട ആ കൈ കൊണ്ട് 1 രൂപ ചോറ് മേടിച്ചുണ്ണാൻ. നമ്മൾ മിണ്ടുന്നില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? 17 നിഷ്കളങ്കനായി. 18 രാവിലെ ഉണ്ട് വെളുപ്പിനെ കണ്ണു തുറക്കുമ്പോൾ നോക്കുമ്പോൾ കയറി വരുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ നീ കറക്റ്റാണ്, രാവിലെ സ്വർഗം വീട്ടിൽ വരും. ഉറപ്പുണ്ടല്ലേ ആരാധിക്കാവുള്ളൂ. നീ ഇന്ന് രാവിലെ ദൈവസന്നിധി കറക്റ്റ് ആയാൽ സ്വർഗം നിന്റെ വീട്ടിൽ രാവിലെ ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ ആരാധിക്കണം. ഈ പകൽ നിന്റെ വിഷയത്തിന് മറുപടി തരാൻ, നിന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ, നിന്നോട് പറഞ്ഞത് നിവർത്തിക്കാൻ. ഓ ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ 17 വിളിച്ചത് തമ്പുരാൻ പറഞ്ഞ, അബ്രഹാമേ, നീ ഇനിയും എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വയസ്സ് എത്രയായി? 99. കഴിഞ്ഞ 24 വർഷം യാഗം കുറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 24 വർഷം ദൈവത്തിന്റെ സന്നിധിയിലുള്ള
ഭക്തി കുറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഹൃദയത്തിനകത്ത് ഇപ്പോഴും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വന്നാല് സാറ പെങ്ങളാന്ന് പറയും. എപ്പോഴും ഇല്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി പുള്ളി എന്തും പറഞ്ഞു കളി. ഹലോ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ തന്നെ ശാലേൻ രാജാവിന് ദശാംശം കൊടുക്കുന്നുണ്ട്. ഹലോ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ധാരണ ദശാംശം കൊടുത്ത പ്രശ്നം തീരുന്ന. പക്ഷെ തമ്പുരാൻ പറഞ്ഞു ദശാംശമൊക്കെ ശാലേൻ രാജാവിന് തന്നു, പക്ഷെ നീ ഇനി ആരാകണം? 17 കറക്റ്റായി 18 നോക്കുമ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അതിരാവിലെ നോക്കുമ്പോൾ ദേ സ്വർഗ്ഗം ഇനി ഇറങ്ങി വന്നു. ഇന്ന് പകൽ നിന്റെ വീട്ടിലോട്ട് വരാൻ ആഗ്രഹിക്കുക, നിന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ, നിന്റെ ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കാൻ, ദൈവത്തിന്റെ പദ്ധതി നിന്നെ നിറവേറ്റാൻ വിശ്വസിക്കുന്നവർ മാത്രം ഈ രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒരു പരമാർത്ഥ ഹൃദയത്തോടെ ഇന്ന് രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കേണ്ടതിന്. ഹല്ലേലൂയ. 18 വന്നു. കർത്താവ് നന്നായിട്ട് ആ വീട്ടിൽ നിന്ന് കൊടുത്ത എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഭാര്യ എന്തി, സാറ എന്തി, വിളിക്ക്, അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ വീണ്ടും വരും. ഒരിക്കൽ വന്ന് നിന്റെ ആതിഥ്യം ഇഷ്ടപ്പെട്ടാൽ അടുത്ത വർഷവും വരും. ഹലോ, നീ സ്വീകരിച്ചത്, നീ സൽക്കരിച്ചത് എൻ്റെ സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടാൽ അടുത്ത വർഷം നിന്റെ അനുവാദമില്ലാതെ സ്വർഗം നിന്റെ വീട്ടിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം ഇറങ്ങി വരാൻ ആഗ്രഹിക്കുകയാ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ചിലര് പുറകെ ചെന്നാൽ പോലും ആ തമ്പുരാന് അവരുടെ ഒന്നും വീട്ടിൽ പോകത്തില്ല. നമ്മുടെ ഈ ലൂക്കോസ് 17 ഒരു മുതലാളിയുണ്ട്. മുതലാളി എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാഷയാണ്, റാന്നിയിലെ മലയാളമാണ്, തെറ്റിദ്ധരിക്കല്ലേ. ഒരു ധനാഠ്യനായ മനുഷ്യൻ. ഈ മനുഷ്യന് കർത്താവിൻ്റെ പുറകെ ചെന്നിട്ട്, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്നോ ചെയ്യണമെന്ന് ചോദിച്ചു. പുള്ളിക്ക് ഇനി മേടിക്കാൻ അതുകൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇനി പുള്ളിക്ക് ആകെ കിട്ടേണ്ടത് അത് മേടിക്കാനുള്ള പൈസയും പുള്ളിയിലുണ്ട്. അതിനാ കർത്താവിൻ്റെ ചെന്നേ. ധനാഠ്യനായ മനുഷ്യനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കൽപ്പനയെല്ലാം പ്രമാണിക്കുന്നുണ്ടോ? നമ്മൾ ചെറുപ്പം മുതലെല്ലാം പ്രമാണിക്കുന്നുണ്ട്. വള്ളി പുള്ളി വിടാതെ എല്ലാം അനുസരിക്കുന്നുണ്ട്. അവൻ കാണാതെല്ലാം പറഞ്ഞു. പിള്ളേർ നമ്മുടെ ക്യാമ്പിനൊക്കെ പറഞ്ഞതിനോട്ട് മൊത്തം കാണാതെ പറഞ്ഞു, ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞു, ഒരു ചെറിയ കുറവുണ്ട്, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എൻ്റെ പുറകെ വരാൻ പറഞ്ഞു. അവൻ ഭയങ്കര കാശുള്ളവനായതുകൊണ്ട് 2-3 എയർപോർട്ടൊക്കെ സ്വന്തമായിട്ടുള്ളവനാ. ഹലോ, അവൻ ഭയങ്കര കാശുള്ളവനായതുകൊണ്ട് ദുഃഖിച്ച് തൻ്റെ വീട്ടിലോട്ട് പോയി. ഈ പുസ്തകം മൊത്തം വായിച്ചിട്ട് യേശുവിൻ്റെ അടുക്ക വന്നിട്ട് ദുഃഖിച്ചു പോയ ഒറ്റ മുതലാളിയേ ഉള്ളൂ, അതിവനാ. സ്തോത്രം. അങ്ങനെ അവൻ ദുഃഖിച്ച് പോയെന്ന 18 ഇങ്ങനെ ദുഃഖിച്ചു പോയി. 19 വേറൊരു മുതലാളി അടുക്ക വരാനൊരു മടിയുള്ളത് കൊണ്ട് മരത്തെ കയറിയിരിക്കുക. സ്തോത്രം. നമ്മൾ ഈ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ ഞങ്ങളെല്ലാം എല്ലാ ദിവസവും സ്റ്റേജിലാണല്ലോ. അപ്പോൾ ഈ പന്തലി വരാതെ കാറ് കൊണ്ട് കൺവെൻഷൻ പന്തലിൻ്റെ വെളിയിലിട്ടിട്ട് ചില്ല് മാത്രം ശകലം താത്ത്, അകത്ത് ആളുണ്ടെന്ന് അറിയാത്ത പോലെ ശകലം താത്ത് മെസ്സേജ് കേൾക്കണം. അങ്ങനെ ഇരുന്നിട്ട് ദൂത് കേട്ട് പോകുന്നവരുണ്ട്. സ്തോത്രം. ആരാന്നറിയാതിരിക്കാൻ ചെയ്യുന്ന. അതുപോലെ ഇവനും വന്നിട്ടുണ്ട് യോഗത്തിന്. പക്ഷേ അവൻ യേശുവിനെ കണ്ടാൽ മതി, നിത്യജീവനൊന്നും വിലയ്ക്ക് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് കണ്ടിട്ട് പാമെന്നാ. പക്ഷെ കർത്താവ് കറക്റ്റ് അതിൻ്റെ ചോട്ടി വന്നുകൊണ്ട് നീ ഇറങ്ങി വരാൻ പറഞ്ഞു. പേര് ചൊല്ലി വിളിച്ച് അവന് ചില ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞു. ക്ഷണിച്ച കേസേ അല്ല, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കൂടെ വന്നിട്ട് അവൻ ക്ഷണിച്ച കേസല്ല. പക്ഷെ കർത്താവിൻ്റെ ഇടപെടൽ കണ്ടോ. ഒരുത്തൻ വന്നിട്ട് അവന് ഇനി ആയുസ് വരാത്ത രീതിയിൽ അവൻ പോയി. പക്ഷെ ഇവനെ കർത്താവ് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞു. സ്തോത്രം. വീട്ടിലോട്ട് വരുക എന്ന് പറയുമ്പോൾ ഇവൻ പറയാണ്, എൻ്റെ വീട് ഇച്ചിരി അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഞാൻ പണിതേക്കുന്നതാ, നീ വരാൻ പറ്റിയ വീടല്ല, അതുകൊണ്ട് നീ വരുവാണെങ്കിൽ ഞാൻ എനിക്കുള്ളതെല്ലാം വിറ്റ് 4 ഇരട്ടി
കൊടുക്കാനുള്ളവർക്കെല്ലാം. കാരണം കർത്താവ് വരണമെങ്കിൽ ഞാൻ കുറെ ക്രമീകരണം ചെയ്യുന്നത് വഴി വെച്ച് ചെയ്യുക പുള്ളി. ഹലോ, എൻ്റെ വീട്ടിൽ കർത്താവ് വരണേ വഴി വെച്ച് അവൻ ക്രമീകരണം ചെയ്യുക. കാരണം ഇവൻ അറിയാൻ കയ്യിലിരിക്കുന്ന മുഴുവനും കയ്യിലിരിപ്പാന്ന്. അതുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് എല്ലാം കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു ആ വീടിൻ്റെ വാതിലോട് ചവിട്ടിട്ട് പറഞ്ഞു ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ വീട്ടിൽ രാത്രി താമസിക്കാൻ പോകുന്നത്. മരത്തെ കാണാൻ കുറിച്ചിരുന്നവൻ്റെ വീട്ടിൽ പോയി താമസം തുടങ്ങി. കർത്താവിൻ്റെ ഒരു സ്വഭാവം മനസ്സിലായോ? ഹല്ലേലൂയ. ഒരുത്തൻ വന്നിട്ട് ദുഃഖിച്ചു പോയി, അവൻ ആയുസ് തിരിച്ചു വന്നിട്ടില്ല. ഒരുത്തൻ കാണാൻ കുറച്ചേ ഉള്ളൂ, പക്ഷെ അവൻ്റെ വീടങ്ങ് താമസമാക്കി. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ഒന്ന് ക്രമീകരണം പ്രാപിച്ചാൽ കർത്താവ് നിന്റെ അനുവാദമില്ലാതെ വീട്ടിലോട്ട് താമസിക്കാൻ വരിക. സന്തോഷമുണ്ടേ, ദൈവത്തെ ആരാധിച്ചോണം. ഈ പകൽ നീ ഒറ്റയ്ക്ക് മടങ്ങിപ്പോകരുത്, ഈ സാന്നിധ്യം കൂടെ വരാൻ തയ്യാറാ. ഹല്ലേലൂയ.